കൂടുതൽ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഒക്ടോബർ 7 എന്ത് ചെയ്തു, ഒക്ടോബർ 7 എന്ത് ചെയ്തു, അതിൻ്റെ മുമ്പുള്ളത് അവർക്ക് അറിയണ്ട. ഒക്ടോബർ 7 ഹമാസ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഫലസ്തീൻ എന്ത് ചെയ്തു എന്ന്. അപ്പം അങ്ങനത്തെവരോട് എന്താണ് സ്റ്റാൻലി ചേട്ടന് പറയാനുള്ളത്? ചരിത്രം ആരംഭിച്ചത് ഒക്ടോബർ 7 അല്ല. അപ്പം ഇതിനു മുൻപ് ഒക്ടോബർ 7 മുമ്പ് ഒരു ദീർഘമായിട്ടുള്ള ചരിത്രമുണ്ട് പാലസ്റ്റൈൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഉറപ്പ്, എനിക്ക് വാശി പിടിക്കാൻ പറ്റൂല, കാരണം ഇറ്റ്സ് അപ് ടു ഓൾ ദീസ് പീപ്പിൾ. കാരണം നമ്മളൊരു കാര്യം പഠിക്കാൻ നമ്മൾ കൂടെ തീരുമാനിക്കണമല്ലോ. ഉറങ്ങുന്ന ആളുകളെ എണീപ്പിക്കാം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ എണീപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയാ. എനിക്കിത് പഠിക്കണ്ട, ഞാൻ ഒക്ടോബർ 7 തന്നെ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന ആളുകളെ നമുക്ക് തിരുത്താൻ പറ്റൂല. പക്ഷേ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒക്ടോബർ 7 അപ്പുറത്തേക്ക് പോകണം. ഹിസ്റ്ററി ഡിഡ്ന്റ് ബിഗിൻ ഓൺ ഒക്ടോബർ 7. ദർ ഇസ് എ ലോങ് ക്വസ്റ്റ്യൻ. അതായത് ഇത് നിങ്ങൾ ഇസ്രായേലിനെ ഇസ്രായേൽ വിരുദ്ധനൊന്നും ആവേണ്ട കാര്യമില്ല. ഇസ്രായേൽ ഒരു റിയാലിറ്റിയാണ്. ഇസ്രായേലിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇസ്രായേൽ ഇസ്രായേൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. നേരെ തിരിച്ച് പാലസ്തീനിയൻസിന് അതേ റൈറ്റ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യക്കാർക്ക് ആ റൈറ്റ് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ആളുകളാണ് ഇന്ത്യക്കാർ. ഒരു ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, ഇൻഡിപെൻഡൻസ്, സോവറിനിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകക്രമത്തിന്റെ ഫണ്ടമെന്റൽസ് ആണ്. പക്ഷെ പാലസ്തീനിയൻസിന് ആ ഒരു രാഷ്ട്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ദേ ആർ ലിവിംഗ് അണ്ടർ ഓക്യുപ്പേഷൻ ആൻഡ് വെരി വയലന്റ് ഓക്യുപ്പേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇഫ് യു കാൻ സീ ദ ടെറർ ഇൻ ദ ഡെത്ത് ഓഫ് 50,000 പീപ്പിൾ ഇൻ 15 months, പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് ഇവരോട് പറയാനുള്ളൂ. നമ്മളുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള പ്രിജുഡിസസ് മാറ്റി വെച്ചിട്ട് യു ലുക്ക് അറ്റ് ദ റിയാലിറ്റി, ഫാക്ട് ഓൺ ദ ഗ്രൗണ്ട്, അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോബ്ലം. പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഒക്ടോബർ 7 അല്ല ചരിത്രം ഉണ്ടായത്. ഇതിന് പുറകിൽ ഒരു ദീർഘമായിട്ടുള്ള ചരിത്രമുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക.